വനിതാ ബിൽ ഇന്നലെ പാസ്സായില്ല. കഴിഞ്ഞ ദിവസം അത് പാസ്സായില്ല. പാസ്സാകാതിരുന്നപ്പോൾ ആ ബില്ല് പരാജയപ്പെട്ടപ്പോൾ നമ്മളിവിടെ കാർഡുകൾ ഇറക്കാറുണ്ട്. ഇവിടുത്തെ ചാനലുകളാകട്ടെ, മീഡിയ മാധ്യമങ്ങളും പത്രങ്ങളും നമ്മളെല്ലാവരും കാർഡ് ഇറക്കുന്നു. മോദി തോറ്റുപോയി, BJP തോറ്റു. ശരിക്ക് പറഞ്ഞത് BJP തോൽക്കുകയല്ല ചെയ്തത്. കേരളത്തിൽ BJP തോറ്റു, മോദി തോറ്റു. കാരണം കേരളം എന്നും അങ്ങനെയാണ് ചർച്ച ചെയ്യുന്നതും കാർഡ് ഇറക്കുന്നതും. അതിനൊരു റീച്ചൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. പക്ഷെ ശരിക്കും പ്രിയങ്ക ഗാന്ധി പറഞ്ഞതാണ്, ഗൃഹമന്ത്രി അങ്ങൊരു ചാണക്യനാണ്. വളരെ ചിരിച്ചുകൊണ്ട്, വളരെ ലോ പ്രൊഫൈലിൽ ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അത് വളരെ വൈറലായിട്ടുണ്ട് ആ വീഡിയോ. ഗൃഹമന്ത്രി അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററെ, നിങ്ങൾ ചാണക്യനാണ്. കാരണം ഈ ബില്ല് തോറ്റുപോയാലും ജയിച്ചു പോയാലും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും BJPക്ക് കിട്ടും. ശരിക്കും മോദിയാണ് ഇപ്പോൾ താരം. ലോകരാജ്യങ്ങളുടെ ഇടയിൽ മോദിക്ക് പറയാൻ കഴിയുന്നുണ്ട്, ഞാനിതാ വനിതാ ബില്ല് കൊണ്ടുവന്നു, ഇന്ത്യയിലെ പ്രതിപക്ഷം അത് തകർത്തു, അവർ വനിതകൾക്കെതിരാണെന്ന് വലിയൊരു നരേറ്റീവ് കൊണ്ടുവരാൻ മോദിക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളം ഒഴിച്ചുള്ള മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായ നിലപാടാണ് വന്നിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ ഇതൊരു വലിയ ആയുധമായിരിക്കും. പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും സ്ത്രീ വിരുദ്ധരാണ്, ഞങ്ങളാണ് സ്ത്രീപക്ഷക്കാർ എന്ന് പറയാൻ മോദിക്ക് വലിയ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്തം വിട്ട് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും പ്രസ്താവന വന്നത്. ഉടൻ തന്നെ 543 പേരിൽ നിന്ന് ഇപ്പോഴുള്ള ഡീലിമിറ്റേഷനൊക്കെ മാറ്റിവെച്ച് ഈ 543 പേരിൽ നിന്ന് 1/3 കൊടുത്തുകൊണ്ട് 170ഓളം പേരൊക്കെ കൊടുത്തുകൊണ്ട് ഉടനെ തന്നെ ഇത് നടപ്പിലാക്കണം, ആത്മാർത്ഥ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് കാലിളകിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി. കാരണം അവർ പേടിച്ചു പോയി. ഇതിൻ്റെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള റിസൾട്ട് വരാൻ പോകുന്നത് BJPക്ക് അനുകൂലമാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മോദി, അമിത്ഷാ, അച്യുതണ്ട് ഈ കൃത്യമായി ഇങ്ങനെ ഒരു ബില്ല് ലോകസഭയിൽ കൊണ്ടുവച്ചത്. അവർക്കറിയാം ലോകസഭയിൽ ഇത് പാസ്സാകില്ല. പക്ഷെ പാസ്സായില്ലെങ്കിലും അതിൻ്റെ പൊളിറ്റിക്കൽ ഗെയിൻ അവർ മനസ്സിലാക്കിയിരുന്നു. അത് വളരെ ഭംഗിയായി രാജ്യത്ത് അവർ നടപ്പിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ കേരളത്തിലാണ് ഒരു മോദി വിരുദ്ധതയും BJP തോറ്റു, മോദി തോറ്റു, രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞുള്ള ബഹളം. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മോദിയുടെ വിജയമാണ് ആഘോഷിക്കുന്നത്. മോദി ഈ വിഷയത്തിലൂടെ തോറ്റാലും ജയിച്ചാലും ചിലർ ആഘോഷിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതിൽ തോറ്റുപോയെങ്കിലും വലിയ ആഘോഷമാണ് നടക്കുന്നത്. മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും കൂടി ചെയ്തപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി. വളരെ വലിയ തോതിൽ നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഉയർന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഗ്രാഫ് ഇതിൻ്റെ പേരിൽ തന്നെ താഴ്ന്നു. കാരണം ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ജനസംഖ്യ ആനുപാതികം എന്ത് ന്യായം പറഞ്ഞാലും വനിതാ ബില്ലിനെ പരാജയപ്പെടുത്തി എന്നുള്ളത് വളരെ വലിയ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. അതിൻ്റെ ഭവിഷ്യത്തുകൾ വരാനിരിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും, എന്തിനു പറയുന്നു, ഇപ്പോൾ നടക്കുന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന മുന്നേറ്റത്തിൻ്റെ പ്രധാന ഘടകമായി ഈ സ്ത്രീകളുടെ വനിതാ സംവരണ ബില്ല് മാറും. അതും കൂടി തന്നെയാണ് BJP ഉദ്ദേശിച്ചത്. ഈ സമയത്ത് അങ്ങനെ ഒരു ബില്ലെടുത്തിട്ടത് കൃത്യമായി തമിഴ്നാടും അതുപോലെ തന്നെ ആസാമും പുതുച്ചേരിയും ബംഗാളും പശ്ചിമ ബംഗാളിലെയും തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഇപ്പോൾ ഇറക്കിയത്, ഈ കാർഡ് ഇറക്കിയത്. പക്ഷെ ആ കാർഡ് ഇറക്കിയതിൽ വളരെ കൃത്യമായി അതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ BJPക്കും നരേന്ദ്രമോദിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. എന്തായാലും നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് BJP ഇത് കൊണ്ടുപോയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോറ്റാലും ലാഭം, ജയിച്ചാലും ലാഭം. ചില കടകൾ കത്തിച്ചിട്ട് LICയുടെ പൈസ കിട്ടുമെന്ന് പറയുന്നത്, കത്തിയാൽ നല്ലോലെ കത്തിയാലും ലാഭം, പിന്നെ അങ്ങ് പോയാൽ നല്ല ലാഭമാണ് വരിക, കത്തിയില്ലെങ്കിലും ലാഭം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. എന്തായാലും കത്തി തുടങ്ങി, അതുകൊണ്ട് മൊത്തം കത്തി നശിച്ചാലും ലാഭം, കുറച്ച് കത്തിയാലും ലാഭം എന്ന് പറയുന്ന, അതായത് LIC കിട്ടുമല്ലോ, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ്, ആക്സിഡൻറ്റ്, ഈ കത്തലിനെതിരെയുള്ള ഇൻഷുറൻസ് കിട്ടും എന്ന് പറയുന്നു. അതുകൊണ്ട് കത്തിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ പല കലാനിലയം പോലുള്ള സംവിധാനത്തെക്കുറിച്ച് പറയുന്നത്, അവർ ഇൻഷുർ ചെയ്തിട്ട് അവസാനം പരിപാടി തീരാറാകുന്ന ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോൾ, എല്ലാ ദിവസവും അല്ല, ലാസ്റ്റ് എല്ലാ പരിപാടിയും തീരുമ്പോൾ അവർ കത്തിക്കുമെന്ന് പറയുന്നത്. പക്ഷേ അതിൽ കൃത്രിമമായി കത്തിച്ചതിന് ശേഷം ഈ
ഇത് ഇൻഷുറൻസ് പൈസ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നവരാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് ഇത് എങ്ങനെ പോയാലും നാല് കാലിൽ വീണാലും പൂച്ച മേൽപോട്ട് തന്നെ നിൽക്കും എന്ന് പറഞ്ഞതുപോലെ എങ്ങനെ ചാടിയാലും നരേന്ദ്രമോദിക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു. അത് വളരെ വലിയ ഒരു ബെനിഫിറ്റാണ് കിട്ടുന്നത്. പ്രതിപക്ഷത്തിന് സ്ത്രീകളുടെ കാര്യത്തിൽ പിന്നിലോട്ട് പോയവർ എന്നുള്ള ചരിത്രത്തിൻ്റെ ഒരു പിന്നാമ്പുറത്തേക്ക് പോയവരാണ് ഇന്ത്യ മുന്നണിയും പ്രത്യേകിച്ച് കോൺഗ്രസും എന്നുള്ള ഒരു വികാരവും രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പൊളിറ്റിക്കൽ വരായികകൾ അതിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ, എവിടെയെല്ലാം ഗുണം ചെയ്യും, ലോകസഭയിൽ ഗുണം ചെയ്യുമോ, നിയമസഭകൾ ഗുണം ചെയ്യുമോ, മറ്റ് സ്ഥലങ്ങളിൽ ഗുണം ചെയ്യുമോ, അത് നമുക്കിപ്പോൾ അറിയത്തില്ല. എന്തായാലും പക്ഷേ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ വളരെ കൃത്യമായി സ്വാധീനിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി മോദി വിരുദ്ധ തരംഗം സൃഷ്ടിച്ചെടുക്കാനുള്ള കാർഡുകളും സോഷ്യൽ മീഡിയ ബൈറ്റുകളും വീഡിയോകളും എല്ലാം വരുന്നത് മോദി തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ BJP പൊളിറ്റിക്സ് കളിച്ചു, BJP തോറ്റു, മോദി തോറ്റു. അതേസമയം രാജ്യത്ത് മറ്റിടങ്ങളിൽ വരുന്നത് മോദിയുടെ അജയ്യമായ വിജയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് രസകരമാണ്. നമ്മൾ ഒരു വിഷയത്തെ സമൂഹം രണ്ട് രീതിയിൽ നരേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ്. നമ്മളിവിടെ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ വിജയമെന്നാണ്, അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ പരാജയമാണെന്നാണ്. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? സ്ത്രീപക്ഷ ബില്ല് അല്ലെങ്കിൽ വനിതാ ബില്ല് പാസ്സാകേണ്ടിയിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ അത് പാസ്സായില്ല. പാസ്സാകാതിരുന്നപ്പോഴും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം നീങ്ങുന്നത്. ഇന്നലെ രാജ്യത്തെ അഭിസംബോധന കൂടി ചെയ്തപ്പോൾ മറ്റൊരു തലത്തിലേക്ക് ആ വിഷയത്തെ പൊളിറ്റിക്കൽ ഗ്രാഫിലേക്ക് കൊണ്ടുവരാൻ മോദി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു പരിധി വരെ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്. അങ്ങനെ വിജയിക്കുമ്പോഴും കേരളത്തിൽ നമ്മൾ ഇരുന്നിട്ട് ഈ പൊട്ടക്കടത്തിലെ തവള പോലെ നമ്മൾ എഴുതി പിടിപ്പിക്കുകയാണ്, നമ്മൾ കാർഡുകൾ ഇറക്കുകയാണ്. നമ്മുടെ പ്രധാന മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ കാർഡ് ഇറക്കുകയാണ്. മോദി തോറ്റു, BJP പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ്. ശരിക്ക് മോദി അല്ല തോറ്റത്, BJP അല്ല, രാജ്യമാണ് തോറ്റത്, ജനാധിപത്യമാണ് മരിച്ചു പോയത്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം വനിതകൾക്ക് കൊടുക്കേണ്ട ഒരു അംഗീകാരത്തെ ഇങ്ങനെ 70 വർഷമായി ലേലം വിളിക്കുന്ന അല്ലെങ്കിൽ തെരുവിൽ വെച്ച ചെണ്ട പോലെ എല്ലാവർക്കും വന്ന് അടിക്കാൻ കഴിയുന്ന ഒരു ബില്ലാക്കി വനിതാ ബില്ലിനെ മാറ്റിയ രാഷ്ട്രീയ നേതൃത്വം, അതാരായാലും, രണ്ടായാലും, X ആയാലും, Y ആയാലും, ND ആയാലും, ഇന്ത്യ മുന്നണി ആയാലും, CPM ആയാലും, കോൺഗ്രസ് ആയാലും, നിങ്ങൾ ആരാണിത് ചെയ്തെങ്കിലും വലിയ ചതിയും വഞ്ചനയുമാണ് ചെയ്തത്. 70 വർഷമായി ഭാരതത്തിൽ സ്ത്രീകളെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. അതിനൊരു മോചനം ഉണ്ടാകുമെന്ന് നാരീബന്ധൻ അധിനിയം വന്നപ്പോഴെങ്കിലും കരുതി. പക്ഷെ വീണ്ടും ശങ്കരൻ തെങ്ങേൽ തന്നെ, പക്ഷെ തെങ്ങ് കാണാനില്ല എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിലെ വൈചിത്ര്യമായ കാര്യം.